നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക, ഒരു ഡിസയറിൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ഒരു കരിയറാണ് എപ്പോഴും എളുപ്പം അല്ലെ, കരിയറിൽ നിങ്ങൾക്കൊരു ജോബ് അല്ലെങ്കിൽ കരിയറിലെ ഒരു ഉന്നതി നിങ്ങൾ എന്താ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഏരിയയിൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, പ്രത്യേകിച്ച് പുതിയൊരു ജോബ് അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഏരിയയിൽ ഫോക്കസ് ചെയ്യുക. ഫസ്റ്റ് ഒരു 3-4 ഏരിയ വെച്ചിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഒട്ടും എഫക്റ്റീവ് ആയിരിക്കില്ല. കാരണം ഈ പറയുന്ന എല്ലാ ഏരിയയിലെയും ജോബ് അന്വേഷിക്കുമ്പോൾ അതിനൊക്കെ നമ്മൾ ആക്ഷൻസ് എടുക്കണം അല്ലേ? ഈ മാനിഫെസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം വിഷ്വലൈസ് ചെയ്യുന്നതിനോടൊപ്പം അലൈൻഡ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കുമ്പോഴാണ് നമ്മുടെ റിയാലിറ്റിയായി മാറുന്നത്. അപ്പോൾ അവിടെ ഓരോ പാത്തിനനുസരിച്ച് നിങ്ങൾ ആക്ഷൻസ് എടുക്കാൻ നിൽക്കണം. അത് ഓരോ പാത്തിനും, അതായത് മൾട്ടിപ്പിൾ പാത്ത് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡിസയേഴ്സിനോട് ഒരേ സമയം കമ്മിറ്റഡ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നെക്സ്റ്റ് ടു ഇമ്പോസിബിൾ ആണ്. അത് സാധ്യമല്ല. അപ്പോൾ അത് എഫക്റ്റീവും അല്ല. അപ്പോൾ നിങ്ങളോട് എന്താ യൂണിവേഴ്സ് പറയുന്നത് വെച്ചാൽ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ സക്സസ്ഫുൾ ആകണമെങ്കിൽ യു ഷുഡ് കം ടു എ ഡിസിഷൻ. ലൈക്ക് ഒരു സിംഗിൾ ചോയ്സിലേക്ക് വരും, ഒരു സിംഗിൾ ഡിസയറിലേക്ക് ഫോക്കസ് ചെയ്യുക. ഏതിനാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി എന്ന് നോക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ. അതിൽ ഏറ്റവും പ്രയോറിറ്റി ഉള്ളതിൽ ഇപ്പോൾ ഫോക്കസ് ചെയ്യുക. അതിനോട് ഫുള്ളി കമ്മിറ്റഡ് ആകുക. അതിന് വേണ്ടുന്ന നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എടുക്കാൻ സാധിക്കുന്ന ആക്ഷൻസ് കംപ്ലീറ്റ് എടുക്കുക. വളരെ നാച്ചുറലി. അപ്പൊ നിങ്ങളിപ്പോ ഈ ഒരുപാട് കഷ്ടപ്പെടുന്നതിന്, ഒരുപാട് കാത്തിരിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. വളരെ നാച്ചുറലി, ഈസിലി, എഫേർട്ട്ലെസ്ലി നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന രീതിയിൽ ആ ഒരു ഡിസയർ നിങ്ങളുടെ റിയാലിറ്റി ആയി മാറുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങളത് നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് അട്രാക്ട് ചെയ്യാണ് ചെയ്യുക, ഈ ഒരു എംപ്രസിനെ പോലെ. ഓക്കെ, അത് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ആ ഒരു രീതിയിലായിരിക്കും അത് വരിക. അപ്പോൾ അത് ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ക്വൈറ്റ് സിമ്പിൾ ആണ്. പക്ഷെ സിമ്പിൾ ആകുന്നത് നമ്മൾ ഈ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുമ്പോഴാണ്. ഏറ്റവും വലിയൊരു കാര്യമാണ് ഒരു ഡിസയറിൽ അറ്റ് എ ടൈം ഫോക്കസ് ചെയ്യുക എന്നുള്ളത്. മൾട്ടിപ്പിൾ കാര്യങ്ങൾ ഒരേ സമയം മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരിക്കലും ഒരു ശരിയായ പ്രവണതയായിട്ട് കാണുന്നില്ല. ഓക്കെ, അതാണ് നിങ്ങളോട് യൂണിവേഴ്സ് ഇവിടെ എടുത്തു പറയുന്നത്. റീഡിംഗ് റെസനേറ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. താങ്ക് യു.